ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നൈറ്റ് റൊട്ടീൻ്റെ ഒരു വീഡിയോ ആണേ. അപ്പോൾ അതെ ഇപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ തുടങ്ങുന്നത്. പിന്നെ എല്ലാവരുടെയും ഓത്തൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഷിബിലി മോൻ ഇതാ മദ്രസയ്ക്കുള്ള എഴുതാണ്, മറ്റുള്ളതാ പഠിത്തം കഴിഞ്ഞിട്ട് ഇതാ ചിത്രം വരക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും സ്കൂളിലത്തൊന്നും പഠിക്കാറില്ല, വെക്കേഷനില്ലേ. അപ്പോൾ പിന്നെ അത് ചിത്രം വരക്കലൊക്കെയാണ് കേട്ടോ പഠിത്തം കഴിഞ്ഞ് അവരുടെ പണി. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇക്കാക്ക് ഫുഡ് ഉണ്ടാക്കണം. ഇക്ക ചോറ് തിന്നില്ല, വേറെ എന്തെങ്കിലും തിന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇക്കാക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇവർക്ക് കൊടുത്ത പണിയാണ് കേട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്ക മാവേലിയിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിക്കണം കേട്ടോ മാവിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ഞാൻ ഏതായാലും ഷിബിലിമാരെ പഠിത്തം കഴിഞ്ഞല്ലോ, എനിക്ക് അടുക്കളയിലും നിൽക്കുക. പിന്നെ അപ്പോൾ അവനോട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ. കടല, ചെറുപ്പയർ, മമ്പയർ, അങ്ങനെയുള്ള പഞ്ചസാര, അങ്ങനെയുള്ള ഓരോ പലചരക്ക് സാധനങ്ങളും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് രാത്രിക്ക് മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ 4 ഉണക്കലുണ്ടായിരുന്നു. അതൊന്നൊന്ന് ഞാൻ ആദ്യം തന്നെ പൊരിച്ചു. പിന്നെ അത് ഇക്കാക്ക് പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതിനുള്ള തേങ്ങ ചിരണ്ടാണ്. പിന്നെ അത് തേങ്ങ ചിരണ്ടി കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇക്ക അങ്ങാടിയിൽ നിന്ന് എത്തിയിട്ടോ. അപ്പോൾ പിന്നെ മീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ നാളത്തേക്കുള്ള. അപ്പോൾ പിന്നെ അതൊന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. മീൻ മത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ആ മീനൊന്ന് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പിട്ടുകൊണ്ട് അത് നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. പിന്നെ രാഗി പുട്ടാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പിന്നെ പൊടി എടുത്തിരുന്നു. എന്നിട്ട് ആ ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂട് വിട്ടതിന് ശേഷം കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ അത് ഒരു ഇത്തിരി ഗോതമ്പ് പൊടി എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതും അതുപോലെ തന്നെ അത് ചെയ്യണേ. അങ്ങനെ അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം പിന്നെ കുറച്ച് തേങ്ങ ആദ്യം ഇട്ടിട്ട് പിന്നെ ആദ്യം രാഗിപ്പൊടി പിന്നെ ഗോതമ്പ് പൊടി അങ്ങനെയാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇക്കാക്ക് പുട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. രാഗിപ്പൊടി ആണെന്നുണ്ടെങ്കിലും ഗോതമ്പ് പൊടി ആണെന്നുണ്ടെങ്കിലും ഒരു ഹെൽത്തി അല്ലേ. അങ്ങനെ പുട്ടും കുറ്റിയിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. പിന്നെ ഞാൻ നമ്മൾ ഷിബിലിമോൻ്റെ അടുത്ത് വന്നപ്പോൾ കുറേയൊക്കെ അവന് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം പൊരിച്ചെടുത്തോ. കൂടെ പുട്ടും അവിടെ കിടന്ന് വേവുന്നുണ്ട് കേട്ടോ. പിന്നെ ഷിബിലിമോനെ ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊട്ടാറ്റയും ഉള്ളിയൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വെക്കുകയാണ്. അങ്ങനെ ഉള്ളിയും കിഴങ്ങൊക്കെ അവനെ എടുത്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം പയറും പിന്നെ കടലയും അങ്ങനെയുള്ള ഇതൊക്കെ കുപ്പിയിലാക്കി വെച്ചിരുന്നു. ഒക്കെ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണേ. ഇവനെ എന്തെങ്കിലും പണി ചെയ്യാനാക്കിയാൽ എന്താണെന്നറിയോ, ഒക്കെ അവനെ ആ മട്ടത്തിൽ വെക്കൂട്ടാ. ഞാൻ വെച്ച അതേപോലെ തന്നെ വെക്കൂട്ടാ. അതാണ് കേട്ടോ ഇഷ്ടം ഇവൻ്റെ ഓരോ കാര്യത്തിലും. ഇക്കാക്ക് തോന്നുമ്പോൾ ഒരു പോക്കാട്ടോ മാവേലിക്ക്. അപ്പോൾ പിന്നെ മാവേലി എന്തൊക്കെയോ സാധനങ്ങളിൽ ഒക്കെ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പുട്ട് റെഡി ആയിട്ടാണ്. പുട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയും രാഗിപ്പൊടിയും കൂടിയല്ലേ. അപ്പോൾ പിന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, ഹെൽത്തിയും കൂടിയല്ലേ. അങ്ങനെ പുട്ടൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ആ സ്പോട്ടിൽ തന്നെ പിന്നെ ചോറ് വിളമ്പിട്ടോ. പിന്നെ വെള്ളരിക്ക കറിയും ഉണ്ടായിരുന്നു. പിന്നെ ഉണക്കലും പപ്പടവും ഞങ്ങൾക്ക് പോയി. ഇക്കാക്ക് ചൂടുള്ള പുട്ടും പിന്നെ പപ്പടവും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകി പിന്നെ നമ്മുടെ കുഞ്ഞു അടുക്കളയും ക്ലീൻ ആക്കി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.